കേരളം ദാരിദ്ര്യമുക്തമെന്ന സർക്കാരിൻ്റെ PR പ്രഖ്യാപനം വരുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് കേരളത്തിലെ അതിദരിദ്രരെയും നിരാലംബരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് 2002 ആന്റണി സർക്കാർ കൊണ്ടുവന്ന ആശ്രയ പദ്ധതി തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. 2000-ൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ടായിരുന്നു. ശാസ്ത്രീയമായ സർവേകളിലൂടെ 6 ലക്ഷത്തിലേറെ പേരെ ഈ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി. ഭവനരഹിതർ, തൊഴിലില്ലാത്തവർ, രോഗങ്ങൾ കാരണം ജോലി ചെയ്യാൻ കഴിയാത്തവർ, വൃദ്ധർ, ഭിന്നശേഷിക്കാർ, നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവർ, അവശ വിഭാഗങ്ങൾ എന്നിവർക്ക് ഒരു കൈത്താങ്ങ് നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് അന്നത്തെ സർക്കാർ തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആശ്രയ പദ്ധതിക്ക് രൂപം നൽകിയത്. ആന്റണി സർക്കാരിൻ്റെ ആശ്രയ പദ്ധതി കേരളത്തിലെ അതിദരിദ്രരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചു. നിരവധി കുടുംബങ്ങൾക്ക് ഭവനം, ഭക്ഷണം, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായകരമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് താഴെത്തട്ടിൽ ദാരിദ്ര്യം കണ്ടെത്തി പരിഹാരം കാണാനുള്ള അടിസ്ഥാന മാതൃകയായി ഈ പദ്ധതി മാറുകയായിരുന്നു. കാലക്രമേണ ആശ്രയ പദ്ധതി മറ്റ് പല സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിക്കപ്പെടുകയും പുതിയ സർക്കാരുകൾ പുതിയ പേരുകളിൽ സമാനമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. എങ്കിലും കേരളത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ചരിത്രത്തിലെ ഒരു നിർണായക പദ്ധതിയായി ആശ്രയ പദ്ധതി എപ്പോഴും ഓർമ്മിക്കപ്പെടും. ആന്റണി സർക്കാർ 2002 ആരംഭിച്ച ആശ്രയ പദ്ധതി പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആശ്രയ പദ്ധതിയുടെ കാര്യത്തിൽ ആന്റണി സർക്കാർ ആരംഭിച്ച ഈ മാതൃകാപരമായ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ തുടർച്ച കേരളത്തിലെ എല്ലാ ദുർബലരായ ജനവിഭാഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകിയത്. ഇത് ദാരിദ്ര്യ ലഘൂകരണത്തിൽ കേരളം കൈവരിച്ച പുരോഗതിക്ക് ഒരു പ്രധാന കാരണവുമായിരുന്നു. കേരളം അതിദാരിദ്ര്യം ലഘൂകരിക്കുന്നതിൽ രാജ്യത്തിൽ ഒരു മാതൃകയാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ അതിദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രസ്താവിക്കുന്നത് യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കുകയും യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ചില വിഭാഗങ്ങളെ അവഗണിക്കപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. MP രാജേഷിനെ പോലെയുള്ള മന്ത്രിമാരുടെ അവകാശവാദങ്ങളും ഇടത് സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ആഘോഷവുമൊക്കെ ജനാധിപത്യ വിശ്വാസികളിൽ വെറുപ്പ് നിറയ്ക്കുകയേ ഉള്ളൂ.